സംസ്ഥാനത്ത് 2024-25 സംഭരണ വർഷത്തിൽ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വിലയായി 1645 കോടി രൂപയിൽ 1403 കോടി രൂപയും വിതരണം ചെയ്തതായി മന്ത്രി GR അനിൽ. ബാക്കി തുകയായ 242 കോടി രൂപ ഈ ആഴ്ച തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നും എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഈ വർഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എ. പ്രഭാകരൻ MLAയുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഈ സംഭരണ വർഷത്തിൽ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഇതിന്റെ ആകെ മൂല്യം 1645 കോടി രൂപയാണ്. ഇതിൽ ഭൂരിഭാഗം തുകയും സർക്കാർ ഇതിനകം നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള 242 കോടി രൂപ കർഷകർക്ക് നൽകുന്നതിനായി സപ്ലൈകോ ബാങ്കുകളെ ഏൽപ്പിച്ചതായും ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രിസഭയ്ക്ക് ഉറപ്പു നൽകി. അതേസമയം നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വർഷത്തെ നെല്ല് സംഭരണത്തിന് ആവശ്യമായ 1645 കോടി രൂപയിൽ 1 പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇതിനു പുറമെ 2017-18 കാലഘട്ടം മുതലുള്ള കുടിശ്ശികയായി 126 കോടി രൂപയും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ ഏകദേശം 2851 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് നെല്ല് സംഭരണ ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PRS ഹാജരാക്കുന്ന മുറയ്ക്ക് കർഷകർ പണം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2024-25 സംഭരണ വർഷം 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു സാർ. 2,07,144 കർഷകരിൽ നിന്നായിട്ടാണ് സംഭരിച്ചത്. 1645 കോടി രൂപ ഇതിന് വില വരുന്നു സാർ. ഇതിൽ 1403 കോടി രൂപ കർഷകർക്ക് നൽകി കഴിഞ്ഞതാണ്. 242 കോടി രൂപ കർഷകർക്ക് നൽകുന്നതിന് സപ്ലൈകോ ബാങ്കുകളെ ഏൽപ്പിച്ചും കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ പൂർണ്ണമായും കർഷകർക്ക് അത് കൊടുത്തു തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സാർ. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് 2024-25 വർഷത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 1645 കോടി രൂപയിൽ 1 പൈസയും ലഭിച്ചിട്ടില്ല സാർ. പഴയ കുടിശ്ശിക 2017-18 മുതൽ ഉള്ള കുടിശ്ശിക 1206 കോടി രൂപയും ലഭിക്കാറുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 2851 കോടി രൂപ.